അതെ, എന്റെ മെസ്സിന്റെ പൈസ ഉണ്ടായിരുന്നു ഇവിടെ. ഞാനൊരു അർജന്റായിട്ട് നാട്ടിൽ പോവാ. പോയി വന്നിട്ട് തന്നാ മതിയോ? ഏയ് അതൊന്നും പറ്റില്ല. പൈസ തരാതെ എങ്ങനെ പോവാ? നമുക്ക് മെസ്സിന്റെ പൈസ ഒരു മാസം മെസ്സ് തന്നിട്ട് പിന്നെ പൈസ തരാതെ നാട്ടിൽ പോകുന്നത് ശരിയാണോ? എത്ര ആൾക്ക് നിങ്ങൾ നോക്ക്. അല്ല, നാട്ടിൽ പോയിട്ട് വന്നിട്ട് തരാന്ന് പറഞ്ഞ ആളുകളൊന്നും തിരിച്ചു വന്നിട്ട് പൈസ തന്നിട്ടില്ല. മനസ്സിലായ? പിന്നെ ഈ വൈക്ക് തന്നെ വന്നിട്ടില്ല. ഇത്ര ഈ ബുക്കിലുള്ളവരൊക്കെ പൈസ തരാനുള്ള ആൾക്കാരാ. ഒന്നത് പൈസ തന്നിട്ട് വിളിക്കും. ഞാനേ അർജന്റായിട്ട് നാട്ടിൽ പോണ കാരണമാണ്, മറ്റുള്ളവരെ പോലെയല്ല. ഞാൻ വന്നിട്ട് എന്തായാലും തരാന്. നിങ്ങൾ ഈ കച്ചവടക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ പൈസ തരാതെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നടത്തുക. ഈ കടയിൽ നിന്ന് സാധനം വാങ്ങിയതിൻ്റെയും ബസ് കഴിച്ചതിൻ്റെയും പൈസ തരാൻ പെൻഡിങ് വെക്കുക. ഒരിക്കലും ശരിയല്ല ആയി ചെയ്യണമെന്ന്. ശരിയാണോ? നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഡ്രസ്സ് എടുക്കണത്, നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ കൊണ്ടുപോകാൻ സാധനങ്ങൾ മേടിക്കണ, ടിക്കറ്റ് എടുക്കണത്. നിങ്ങൾ ഈ കടയിൽ നിന്ന് 30 ദിവസം ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ പൈസ കൊടുക്കാതെ നിങ്ങൾ എങ്ങനെ നാട്ടിൽ പോയിട്ട് നിൽക്കാൻ പറ്റിയത്? ഇതല്ലേ ആദ്യം കൊടുക്കേണ്ടത്. സത്യം പറഞ്ഞാൽ 2-3 മാസമായി എനിക്ക് ശമ്പളം കിട്ടിയിട്ട്. ഞാൻ ഇട്ട ഡ്രസ്സ് ഉണ്ടല്ലോ, അതെനിക്ക് ഒരാൾ എടുത്തു തന്നതാ. ടിക്കറ്റ് നാട്ടിൽ പോയി വന്നിട്ട് ഞാൻ പൈസ തരാന്നിട്ട് എനിക്ക് ഒരാൾ എടുത്തു തന്നതാ. അതും എനിക്ക് തരണ്ടെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഒരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ വെറും കയ്യോടെ ഞാൻ നാട്ടിൽ കൊണ്ടു. അതെ, നിങ്ങൾ തരുമോ തരില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞതേ. പൊതുവെ കുറെ ആൾക്കാർ ഇതുപോലെ ഉണ്ട്. പലപ്പോഴും പല ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ വന്നിട്ട് പറയും, നമ്മളിവിടെ ഇവിടുത്തെ ഓരോ മാസത്തെ ചെലവുകളും അതിനൊരു കുറവില്ല. നമ്മളെ പറ്റു വാങ്ങി പറ്റിക്കുന്ന ഒരു അവസ്ഥയിലാണ് എല്ലാവരും കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 2-3 മാസമായിട്ട് എൻ്റെ റൂമിലുള്ളൊരു സഹായിച്ച കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പൈസ തന്നത്. ഇനി ഞാൻ എങ്ങനെ അവരോട് ചോദിക്കുക? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. ഞാൻ അത്രയും കഷ്ടപ്പാടോട് കൂട്ടാണ് നാട്ടിൽ പോകുന്നത്. എൻ്റെ വീട്ടുകാർ പോലും അറിയില്ല. ഞാൻ ലീവിന് വരിക എന്നിട്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസം ആയിച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും. അതല്ലാച്ചെങ്കിലും ഞാൻ ഇവിടുന്ന് വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കാം. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറയാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, ആ ഒരൊറ്റ കാരണം മതി നിങ്ങളെ വിശ്വസിക്കാൻ. പൈസ പോട്ടെന്നേ, എത്ര ആൾക്കാരെ പൈസ അതുപോലെ ഉണ്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ മാറട്ടെ. പക്ഷെ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നത് നല്ലൊരു ജോലിക്കൊക്കെ കയറി. സത്യം പറഞ്ഞാല് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ അടുത്തേക്ക്. നിങ്ങളോട് എങ്ങനെ ഞാൻ ഈ ഒരു കാര്യം പറയാൻ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ എപ്പോഴും എനിക്കൊരു സമാധാനമായിട്ട്. എന്തായാലും ആ ബുക്കിൽ ഒഴിവാക്കിയ ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാൻ പെടൂല. ഞാൻ എന്തായാലും വന്നിട്ട് ഞങ്ങളുടെ പൈസ തരും. അത് മാത്രമല്ല, നിങ്ങൾ ഈ ഒഴിവാക്കിയ പൈസകളൊന്നും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. അതൊക്കെ മേലിരുന്ന ഒരാൾ കാണുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അവിടെ ഉപകാരപ്പെടും. ഇൻഷാ അല്ലാഹ്.